ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവസം 69. റോമ അധ്യായം 11ഉം 12ഉമാണ് നാം ഇന്ന് വായിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ നാം പുലർത്തേണ്ട പ്രായോഗികമായ വിശുദ്ധിയെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റോമ അധ്യായം 11. ഇസ്രയേലിൽ അവശേഷിക്കുന്നവർ. അതിനാൽ ഞാൻ ചോദിക്കുന്നു, ദൈവം തന്റെ ജനത്തെ പരിത്യജിച്ചുവോ? ഒരിക്കലുമില്ല. ഞാൻ തന്നെയും അബ്രഹാത്തിന്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജനുമായ ഒരു ഇസ്രയേൽക്കാരനാണല്ലോ. ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല. ഇസ്രായേലിനെതിരായി ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെപ്പറ്റി വിശുദ്ധ ലിഖിതം പറയുന്നത് നിങ്ങൾക്കറിയില്ലേ? കർത്താവെ, അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു. അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ്. അവർ എന്റെ ജീവനെയും തേടുന്നു. എന്നാൽ അവനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടെന്താണെന്നോ? വാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശിഷ്ടഭാഗം ഇക്കാലഘട്ടത്തിലുമുണ്ട്. അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളാലല്ല. അല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപ ആയിരിക്കുകയില്ല. അതുകൊണ്ടെന്ത്? ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് നേടി. ബാക്കിയുള്ളവരാകട്ടെ കഠിനഹൃദയരാക്കപ്പെട്ടു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ദൈവം അവർക്ക് നിദ്രാലസനമായ ആത്മാവും കാണാത്ത കണ്ണുകളും കേൾക്കാത്ത കാതുകളുമാണ് ഇന്ന് വരെ നൽകിയത്. ദാവീദും പറയുന്നു, അവരുടെ വിരുന്നുമേശ അവർക്ക് കെണിയും കുരുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണുകൾ കാണാത്ത വിധം ഇരുണ്ടുപോകട്ടെ. അവരുടെ നട്ടെല്ല് എപ്പോഴും വളഞ്ഞിരിക്കട്ടെ. ജനതകളുടെ രക്ഷ. ആകയാൽ ഞാൻ ചോദിക്കുന്നു, അവർക്ക് കാൽ തെറ്റിയത് വീഴാനല്ലായിരുന്നു? ഒരിക്കലുമല്ല. അവരുടെ വീഴ്ച നിമിത്തം ജനതകൾക്ക് രക്ഷ ലഭിച്ചു. അത് അവരെ അസൂയലാക്കളാക്കുന്നതിനായിരുന്നു. അവരുടെ വീഴ്ച ലോകത്തിന് നേട്ടമായെങ്കിൽ, അവരുടെ പരാജയം ജനതകൾക്ക് നേട്ടമായെങ്കിൽ, അവരുടെ പൂർണ്ണത എത്ര മികവുറ്റതാകുമായിരുന്നു. ജനതകളെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, ജനതകളുടെ അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് എന്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എനിക്ക് സ്വജാതിക്കാരെ അസൂയലാക്കളാക്കുകയും അങ്ങനെ അവരിൽ ചിലരെയെങ്കിലും രക്ഷിക്കുകയും ചെയ്യാമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിന്റെ അനുരഞ്ജനമായെങ്കിൽ, അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ മാവ് മുഴുവനും അങ്ങനെ തന്നെ. വേര് വിശുദ്ധമെങ്കിൽ അങ്ങനെ തന്നെ ശാഖകളും. ശാഖകളിൽ ചിലത് മുറിക്കപ്പെടുകയും കാട്ടൊലിവായ നീ അവയിൽ ഒട്ടിക്കപ്പെടുകയും ഒലിവുമരത്തിന്റെ വേരിന്റെ സമ്പന്നതയിൽ നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ ആ ശാഖകളെ പ്രതി നീ അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെയല്ല, വേര് നിന്നെയാണ് താങ്ങിയിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക. ഞാൻ ഒട്ടിച്ചേർക്കപ്പെടേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. കൊള്ളാം. അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കരിക്കാതെ ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോട് ദാക്ഷിണ്യം കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യവും കാർക്കശ്യവും ശ്രദ്ധിച്ചാലും, വീണരുടെ മേൽ കാർക്കശ്യവും നിന്റെ മേൽ നീ കാരണത്തിൽ നിലനിന്നാൽ ദൈവകാരുണ്യവും ഉണ്ടാകും. അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടർന്നില്ലെങ്കിൽ അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. എന്തെന്നാൽ അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. പ്രകൃതിയായുള്ള കാട്ടൊലിവിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. നട്ടു വളർത്തപ്പെട്ട നല്ല ഒലിവിന്മേൽ അസ്വാഭാവികമിതാം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ എത്രയോ കൂടുതലായി ആദ്യത്തെ ഒലിവുമരത്തോട് ഒട്ടിച്ചു ചേർക്കപ്പെടും. ഇസ്രായേലിന്റെ പുനരുദ്ധാരണം. സഹോദരരെ, സ്വയം ജ്ഞാനികളായി ഭാവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യത്തെപ്പറ്റി അജ്ഞരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിൽ കുറെ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ. അതും ജനതകൾ പൂർണ്ണമായി കടന്നു വരുന്നത് വരെ മാത്രം. അങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ സിയോനിൽ നിന്ന് വിമോചകൻ വരും. അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും. ഞാൻ അവരുടെ പാവങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇത് അവരുമായുള്ള എന്റെ ഉടമ്പടിയുമായിരിക്കും. സുവിശേഷം സംബന്ധിച്ച് നിങ്ങളെ പ്രതി അവർ ശത്രുക്കളാണ്.
തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചാകട്ടെ പിതാക്കന്മാരെ പ്രതി അവർ സ്നേഹവാചനങ്ങളും, എന്തെന്നാൽ ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിച്ചില്ല, എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചു. അതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കാരുണ്യം നിമിത്തം അവർക്ക് കാരുണ്യം ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായി. എന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണക്കേടിൽ ബന്ദികളാക്കി. ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം! അവിടുത്തെ വിധികൾ എത്രയോ ദുർജയം, അവിടുത്തെ മാർഗങ്ങൾ എത്രയോ ദുർഗ്രഹം! എന്തെന്നാൽ ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞതാര്? അവിടത്തെ ഉപദേഷ്ടാവായതാര്? തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് എന്തെങ്കിലും കൊടുത്തവനാര്? എന്നാൽ സകലവും അവിടന്നിൽ നിന്ന്, അവിടുന്ന് വഴി അവിടന്നിലേക്ക്, അവിടത്തേക്ക് എന്നേക്കും മഹത്വം. ആമേൻ. റോമ അധ്യായം 12. ക്രിസ്തുവിൽ നവജീവിതം. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതാണ് നിങ്ങളുടെ ആത്മീയമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ നിങ്ങളെല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളെക്കുറിച്ച് കരുതേണ്ടതിൽ ഉപരിയായി സ്വയം കരുതരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ട്, എന്നാൽ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്, ഓരോരുത്തരും പരസ്പരം ബന്ധമുള്ള അവയവങ്ങളും. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസൃതം വ്യത്യസ്ത ദാനങ്ങളുമുണ്ട്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിന്റെ അളവനുസരിച്ചും, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിലും, പ്രബോധകൻ പ്രബോധനത്തിലും, ഉപദേശകൻ ഉപദേശത്തിലും ഉപയോഗിക്കട്ടെ. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, നേതൃത്വം കൊടുക്കുന്നവൻ തീക്ഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. സ്നേഹം നിഷ്കപടമായിരിക്കട്ടെ. തിന്മയെ ദോഷിക്കുന്നവൻ നന്മയെ മുറുകെ പിടിക്കുവിൻ. അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്ദ്യം വരുത്താതിരിക്കുവിൻ. ആത്മാവിൽ ജ്വലിക്കുവിൻ. കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരുവിൻ. അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ. നിങ്ങൾ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കാതല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുവിൻ. കരയുന്നവരുടെ കൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് നീങ്ങുവിൻ. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ സ്വയം കരുതരുത്. തിന്മയ്ക്ക് പകരം ആരോടും തിന്മ ചെയ്യരുത്. എല്ലാ മനുഷ്യരുടെ മുൻപിൽ ശ്രേഷ്ഠമായത് ചെയ്യാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള ബലിയായി ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ് യഥാർത്ഥ ആരാധന. ലോകത്തിന്റെ രീതികളോട് ഒത്തുപോകാതെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് സ്നേഹത്തിലും സേവനത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിന് മഹത്വം.